അരുണിലേക്ക് വരുമ്പോൾ UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സൂചന എന്താണ്? അല്പസമയം മുമ്പ് അടൂർ പ്രകാശ് വലിയ കോൺഫിഡൻസിലാണ് നമ്മോട് പ്രതികരിച്ചത്. ഞങ്ങൾ ഉടൻ പ്രഖ്യാപനം നടത്തുമെന്ന്. തുടക്കം മുതൽ UDF കേന്ദ്രങ്ങൾ പറയുന്നതും അതുതന്നെയാണ്. സമീപകാല ഉപതെരഞ്ഞെടുപ്പിലും UDFന്റെ ചിത്രം അതായിരുന്നു, പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം എന്നതാണ്. ഇക്കാര്യത്തിൽ നിലമ്പൂരിൽ അവശേഷിക്കുന്ന ആശയക്കുഴപ്പം ഈ രണ്ട് പേരുകൾ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇതിൽ ജോയ് എന്ന പേരിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കാര്യമായ അട്ടിമറിയോ അത്ഭുതമോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ VS ജോയ് എന്ന മലപ്പുറം DCC അധ്യക്ഷൻ തന്നെ നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയാകും. അത് ഏറെക്കുറെ UDF ക്യാമ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയെന്നാണ് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പേര് വരാൻ സാധ്യത വളരെ കുറവാണ്. ആര്യാടൻ ഷൗക്കത്ത് വളരെ പ്രധാനപ്പെട്ട പേര് തന്നെയാണ് അവിടെ അനുമോദ് സൂചിപ്പിച്ച പോലെ. പക്ഷേ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം പോസ്റ്റുകളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ നൽകുന്ന കാര്യത്തിലൊക്കെ ധാരണയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഈ പ്രഖ്യാപനം മാത്രമേ ഇനി കോൺഗ്രസിൽ ബാക്കിയുള്ളൂ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് UDF ക്യാമ്പുമായി UDF കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന നിർണായകമായ വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഒരു തടസ്സം എന്നുള്ളത് KC വേണുഗോപാലുമായി സംസ്ഥാന നേതൃത്വത്തിൽ ബന്ധപ്പെടാനാകുമോ എന്നുള്ളത്. അദ്ദേഹം ഫിജി പോലുള്ള രാഷ്ട്രങ്ങളിൽ എവിടെയോ ആണ് ഫിജിയിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കുകയാണ്. അവിടേക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും, മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും, അല്ലെങ്കിൽ നാളെ. ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ പിണങ്ങിയല്ല അദ്ദേഹം മാറാൻ പോകുന്നത്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കളും ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് VS ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നു. പക്ഷേ നമുക്കറിയാം, രാഷ്ട്രീയമാണ്, അത്ഭുതങ്ങളും അപ്രവചനീയതകളും നിറഞ്ഞ ഒരു മേഖല തന്നെയാണ്. അങ്ങനെ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അട്ടിമറികളോ ഉണ്ടായാൽ മാത്രമേ VS ജോയ് എന്ന പേരിന് അപ്പുറത്തേക്ക് ഒരു പേര് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പരിഗണിക്കാനിടയുള്ളൂ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അരുണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന സംശയത്തിനിടയിലാണ് പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തിലുള്ള കളമൊരുക്കൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളമൊരുക്കിലേക്ക് ഇടതുമുന്നണി കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പാണോ? അത്തരമൊരു വെല്ലുവിളി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കട്ടെ എന്ന് ഇടതുമുന്നണി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണം അത് അല്പം വെല്ലുവിളിയായി പോകുമെന്ന ചിന്ത ഇടത് കേന്ദ്രങ്ങൾക്കില്ലേ? യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും സഹിത്ത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് മുന്നണികളിൽ സ്വാഭാവികമായും അതിന് സാധ്യത കൂടുതൽ ഇടതുമുന്നണിക്ക് തന്നെയാകാം. കാരണം അവരുടെ പരീക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ MLA കൂറുമാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായി പിണങ്ങി എതിർഭാളയത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജയിക്കുക LDFന് അത്ര എളുപ്പമല്ല. നിലമ്പൂർ പൊതുവിൽ ഒരു LDF അനുകൂല മണ്ഡലമെന്ന് പറയാൻ കഴിയുന്ന മണ്ഡലവുമല്ല. അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഇടതുമുന്നണിക്കൊപ്പം നിന്ന് ആര്യാടൻ മുഹമ്മദ് ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പും ഇടതുമുന്നണി അവിടെ വിജയിച്ച് CPM അവിടെ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് PV അൻവർ വരുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു ഇടതുമുന്നണിക്ക് CPMന് അവിടെ വിജയിക്കാൻ. ആ സാഹചര്യം അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായും ഒരു ഇടത് ആഭിമുഖ്യമുള്ള മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല. അവിടെ അത് ഒരു ത്രാസിൽ വെച്ചാൽ അല്പം വില കൂടുതൽ അത് UDF തന്നെയായിരിക്കും, കോൺഗ്രസ് തന്നെയായിരിക്കും അവിടെ വിജയിക്കാൻ കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും CPMന്റെ കണക്കിൽ 9 വർഷം ആകുന്നു ഭരണം, തുടർ ഭരണം. അതിൽ ഒരു സ്വാഭാവികമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അത് മലയോര മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPMന് കഴിഞ്ഞിട്ട് ഇപ്പോൾ EP ജയരാജന്റെ കർഷക സംഘ നേതാവ് എന്ന നിലയിൽ ഉള്ള മലയോര മേഖലാ ജാഥകളൊക്കെ നടക്കുന്നുണ്ട്. അതിലൂടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. നേരത്തെ UDF പ്രതിപക്ഷ നേതാവ് തന്നെ മലയോര മേഖലാ ജാഥകൾ നടത്തിയതാണ്. അവർ ഈ വിഷയം വലിയ ശക്തമായി തന്നെ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖല കൂടിയാണ് നിലമ്പൂർ മണ്ഡലം ഉൾപ്പെടുന്ന മലയോര മേഖല. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറാൻ പോകുന്നത് ഭരണമുന്നണിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവായാൽ അത്രയും നല്ലതെന്നൊരു ചിന്ത ഇടതു കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ UDF കുറച്ചുകൂടി ആത്മവിശ്വാസത്തിനും ആവേശത്തിനുമാണ് നിലമ്പൂരിൽ. കാരണം അവർക്കാണ് അവിടെ വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളതെന്ന് രാഷ്ട്രീയ കാലാവസ്ഥയുള്ളത്. അതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. എങ്കിലും ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് ഒഴിവായാൽ അത്രയും പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന ചിന്ത കൂടി കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ കോൺഗ്രസിന് മറ്റൊന്നും നോക്കാനില്ല. അവർക്ക് വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാം. ഇടതുമുന്നണിക്കാകട്ടെ വലിയ വെല്ലുവിളി തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്.
അത് വിജയിക്കാനായാൽ അത് പക്ഷേ പിടിച്ചാൽ കിട്ടാത്തത്ര ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുമെന്നും ഉറപ്പാണ്. അത്ര എളുപ്പമല്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു വരിക, ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മാത്രം അപ്പുറമാണ്. അതേപോലെ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ പരീക്ഷണം തന്നെയാണ്. UDF കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി നേരിടാനാകുന്ന ഉപതെരഞ്ഞെടുപ്പായി കൂടി നിലമ്പൂർ മാറുമെന്ന് ഉറപ്പാണ്. യെസ്, എന്തായാലും നിലവിലുള്ള ചിത്രം ഇങ്ങനെയാണ്. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനുള്ളിൽ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് ചില നിലപാട്, എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിലപാട് പ്രഖ്യാപനം നടത്തും. ഒരുപക്ഷെ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി മാറുമോ? അത് അത്തരം പ്രഖ്യാപനം അതിന് സാധ്യത വിരളമാണ്. എന്നിരുന്നാൽ പോലും UDF ചില പെട്ടെന്നുള്ള നീക്കങ്ങൾ നമുക്ക് UDF ക്യാമ്പിൽ നിന്നും പ്രതീക്ഷിക്കാം. ഒപ്പം PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ആലപ്പുഴയിൽ പൊതുപരിപാടിയുണ്ട്. അങ്ങനെ സുപ്രധാനമായ രാഷ്ട്രീയ നേതാക്കളുടെ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഈ മണിക്കൂറുകൾ കൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മേൽക്കൈ നിലവിലുള്ള ചിത്രത്തിൽ ആർക്കാണ്? യഥാർത്ഥത്തിൽ എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുക? നിലമ്പൂരിന്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ 8 എണ്ണത്തിൽ 4 LDF UDF എന്ന നിലയിൽ തന്നെയാണുള്ളത്. പക്ഷേ അവിടെ മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലമ്പൂർ നഗരസഭ പിടിച്ചത് LDF കഴിഞ്ഞ തവണ അൻവറിന്റെ വലിയ ഒരു സഹായത്തോടെയായിരുന്നു. അതിനോടൊപ്പം LDFന്റെ ആയിരുന്ന LDF പിന്നീട് UDF പിടിച്ചെടുക്കുകയും മൂത്തേടം UDF നിലനിർത്തുകയും ചെയ്തു. നിലവിൽ നിലമ്പൂർ നഗരസഭ LDFന്റെ പക്കലാണ്. അതുപോലെ തന്നെ വഴിക്കടവ് പഞ്ചായത്ത് അത് UDFന്റെ കൈവശമാണ്. മൂത്തേടം UDFന്റെ കൈവശമാണ്. എടക്കര UDFന്റെ കൈവശമാണ്. പോത്തുകല്ല് LDFന്റെ കൈവശമാണ്. ചുങ്കത്തറയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അവിടുത്തെ ഭരണമാറ്റം സംഭവിച്ചതൊക്കെ. അവിടെ നിലവിൽ LDF നിന്നും UDF ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കരുളായിലും അമരമ്പലത്തിലും LDF UDF അങ്ങനെ തുല്യാതുല്യം എന്ന് പറയാമെങ്കിൽ പോലും അൻവറിന്റെ ഈ ഒരു മാറ്റം അത് ഈ മേഖലകളിലൊക്കെ പഞ്ചായത്തുകളുടെ ഭരണത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 8-ൽ 4 എന്ന് ആത്മവിശ്വാസം LDFന് പ്രകടിപ്പിക്കാമെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അവിടെയൊക്കെ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന്റെ കാരണം LDFൽ നിന്നും PV അൻവർ UDFനൊപ്പം മാറിയത് തന്നെയാണ്. അത് എല്ലാ പഞ്ചായത്തുകളിലും അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ LDFന് അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തവുമാണ്. സജിത്ത്. യെസ്, അനുമോദ് പറഞ്ഞതുപോലെ ഈ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള ചിത്രം അങ്ങനെയാണ്. അങ്ങനെ സുപ്രധാനമായ ആ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDFന്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ഒപ്പം ആ രാഷ്ട്രീയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കരുതലോടെ കൈകാര്യം ചെയ്യുകയായിരിക്കും ഒരുപക്ഷെ ഇടത് ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിനിടയിൽ ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നു. നിലമ്പൂരിൽ വിജയമുറപ്പെന്നാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ ന്യൂസ് 8നോട് പറഞ്ഞത്. ഇടതുമുന്നണിയിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്, ഉടൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. UDF സ്ഥാനാർത്ഥിയെ നോക്കിയാവില്ല ഇടതു സ്ഥാനാർത്ഥിയുടെ തീരുമാനമെന്നും TP രാമകൃഷ്ണൻ പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജൂൺ 19 ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇലക്ഷൻ നല്ല നിലയിൽ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ആ ആത്മവിശ്വാസവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂര് സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം CPM അനുവദിച്ച സീറ്റാണ്.